സ്കൂൾ അധ്യാപകരാകാൻ കേട്ടറ്റ്. ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 26 വരെ. പരീക്ഷകൾ 4 കാറ്റഗറികളിൽ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാൻ യോഗ്യത നിർണ്ണയിക്കുന്ന കേട്ടറ്റ് അഥവാ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേരള പരീക്ഷാ ഭവൻ നടത്തും. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും പരീക്ഷ. 4 കാറ്റഗറികളിൽ പരീക്ഷയുണ്ട്. 1 ലോവർ പ്രൈമറി, 2 അപ്പർ പ്രൈമറി, 3 ഹൈസ്കൂൾ, 4 UP തലം വരെയുള്ള ഭാഷാധ്യാപകർ, അറബിക്, ഹിന്ദി, സംസ്കൃതം, ഉറുദു. UP തലം വരെ സ്പെഷ്യലിസ്റ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായികം. എത്ര വിഭാഗങ്ങളിലെ പരീക്ഷകൾ എഴുതാനും ഒരപേക്ഷ മതി. പക്ഷേ ഓരോ വിഭാഗത്തിലേക്കും 500 രൂപ പരീക്ഷ ഫീ അടയ്ക്കണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 250 രൂപ. ഓരോ കാറ്റഗറിയിലെയും അപേക്ഷകർക്ക് വേണ്ട മിനിമം യോഗ്യതയുടെ വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട്. 1, 2, 4 കാറ്റഗറികൾ ഭാഷകളിലൊഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. 3-ാം കാറ്റഗറിയിൽ ഭാഷകളൊഴികെ വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം. ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിനുള്ള പടിപടിയായ നിർദ്ദേശങ്ങൾ വിജ്ഞാപനത്തിൻ്റെ 5, 18 മുതൽ 22 വരെയുള്ള പേജുകളിലുണ്ട്. കേട്ടറ്റ് 2024 ഏപ്രിൽ പരീക്ഷയ്ക്കിരിക്കാൻ ഈ മാസം 26 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ ഫീ അടയ്ക്കുകയും ചെയ്യാം. അപേക്ഷയുടെ പ്രിൻ്റ് സൂക്ഷിക്കുക. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഇതിലെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ID-യും വേണം. ജൂൺ 3-ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷയുടെ പ്രിൻ്റോ സർട്ടിഫിക്കറ്റ് പകർപ്പുകളോ അയച്ചു കൊടുക്കേണ്ടതില്ല. ഓരോ വിഭാഗത്തിലെ പരീക്ഷയിലും 150 മിനിറ്റിൽ 150 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. OMR രീതിയിലുള്ള ഉത്തരക്കടലാസായിരിക്കും. തെറ്റുത്തരത്തിന് മാർക്ക് കുറയ്ക്കില്ല. യോഗ്യതയ്ക്ക് ടെസ്റ്റിൽ കുറഞ്ഞത് 60% മാർക്ക് നേടണം. പട്ടിക പിന്നാക്ക വിഭാഗക്കാർ 55%, ഭിന്നശേഷി വിഭാഗക്കാർ 50% ക്രമത്തിൽ മാർക്ക് നേടിയാൽ മതി. അപേക്ഷകർക്ക് പ്രായപരിധി നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിയമനത്തിന് അപേക്ഷിക്കാൻ പ്രായവും അക്കാദമിക പരീക്ഷകളും സംബന്ധിച്ച മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഈ പരീക്ഷയിൽ യോഗ്യത തെളിയിക്കുന്നത് വഴി നിയമനത്തിന് അവകാശം കിട്ടിയില്ലെന്ന് ഓർക്കുക. ഒരിക്കൽ വിജയിച്ച കാറ്റഗറിയിൽ വീണ്ടും എഴുതാൻ കഴിയില്ല. ഏതു വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതാനാണ് താൽപ്പര്യമെന്ന് അപേക്ഷയിൽ കാണിക്കണം. 1-ലേറെ ജില്ലകൾ പാടില്ല. CTET അധ്യാപകരാൻ കേന്ദ്ര സർക്കാരിൻ്റെ യോഗ്യതാ പരീക്ഷ. MED, NET, SET, MPhil, PhD തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ടെസ്റ്റ് എഴുതുന്നതിനുള്ള ഇളവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിജ്ഞാപനത്തിൻ്റെ 3-ാം പേജിലുണ്ട്. ഓരോ വിഭാഗത്തിലും അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യതയും സിലബസും പരീക്ഷാ ശൈലിയും ഉൾപ്പെടെയുള്ള വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം catet.kerala.gov.in, parikshavavan.kerala.gov.in, www.cert.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിലുണ്ട്. B.Ed, D.Ed, DLED അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. സംശയ പരിഹാരത്തിന് ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് ഗവൺമെൻറ് എക്സാമിനേഷൻ, പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 695-012, ഫോൺ നമ്പർ 0471 25 46 82 3, catet.helpdesk@gmail.com. പരീക്ഷ ടൈം ടേബിൾ. കാറ്റഗറി 1-ൻ്റെ പരീക്ഷ ജൂൺ 22-ന് 10 മണി മുതൽ 12:30 വരെ നടക്കും. കാറ്റഗറി 2-ൻ്റെ പരീക്ഷ ജൂൺ 22-ന് തന്നെ 2 മണി മുതൽ 4:30 വരെ നടക്കും. കാറ്റഗറി 3-ൻ്റെ പരീക്ഷ ജൂൺ 23-ന് 10 മുതൽ 12:30 വരെയും കാറ്റഗറി 4-ൻ്റെ പരീക്ഷ ജൂൺ 23-ന് തന്നെ 2 മുതൽ 4:30 വരെയും നടക്കും.